ഇന്ന് പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് യുവരാജുമായി ബന്ധപ്പെട്ടതാണ്. യുവരാജ് പണ്ടത്തെ IPL കിങ് ആയിരുന്നു. എന്നാൽ പിന്നീട് യുവരാജ് വിരമിച്ചു. ഇപ്പോഴിതാ വീണ്ടും യുവരാജ് IPL വരികയാണ്. അടുത്ത IPL 2025 യുവരാജ് വരുന്നത്. ഇപ്രാവശ്യം കളിക്കാരനായിട്ടല്ല, മറിച്ച് IPL ഒരു ടീമിൻ്റെ കോച്ചായിട്ടാണ് യുവരാജ് വരുന്നത്. ഡൽഹി ടീമിൻ്റെ കോച്ചായിട്ടാണ് യുവരാജ് വരുന്നത്. റിക്കി പോണ്ടിങ്ങിനെ ഡൽഹി ടീം കോച്ചിങ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. ആ സ്ഥാനം യുവരാജ് ഏറ്റെടുത്തു. അതുകൊണ്ട് അടുത്ത IPL യുവരാജും ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് RCB ടീമിനെ സംബന്ധിക്കുന്നതാണ്. RCB ടീമിന് പുതിയൊരു ക്യാപ്റ്റനെ ആവശ്യമാണ്. ഡുപ്ലസി അടുത്ത വർഷം ഉണ്ടായിരിക്കില്ല. ഇപ്പോഴത്തെ RCB ഹാർദിക് പാണ്ഡ്യയുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. പാണ്ഡ്യയ്ക്കാണെങ്കിൽ മുംബൈ ടീമിൽ നിന്ന് ഒഴിവാകാനാണ് ആഗ്രഹം. മുംബൈ ആരാധകർ പാണ്ഡ്യയെ കൂവി വിളിക്കുകയാണ്. പാണ്ഡ്യയ്ക്ക് അവിടെ കളിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പുതിയൊരു ടീമിൽ ക്യാപ്റ്റൻസിയാണ് പാണ്ഡ്യ ലക്ഷ്യമിടുന്നത്. ഇത് കണ്ടറിഞ്ഞ RCB പാണ്ഡ്യയെ സമീപിച്ചിരിക്കുകയാണ്. പാണ്ഡ്യ ഇതിന് സമ്മതിച്ചാൽ അടുത്ത പ്രാവശ്യം RCB ടീമിൻ്റെ ക്യാപ്റ്റൻ പാണ്ഡ്യ ആയിരിക്കും. പാണ്ഡ്യയ്ക്ക് RCBയിൽ എത്തിയാൽ അത് വലിയ നേട്ടമായിരിക്കും. കോഹ്ലിക്കൊപ്പം RCBയിൽ കളിക്കാൻ സാധിക്കും. മാത്രമല്ല RCBക്ക് ഇതുവരെ ഒരു കപ്പ് നേടാൻ സാധിച്ചിട്ടില്ല. ഒരു കപ്പ് പാണ്ഡ്യ നേടിക്കൊടുത്താൽ അത് പിന്നീട് ഒരിക്കലും RCB ആരാധകർ മറക്കില്ല. അടുത്തൊരു അപ്ഡേറ്റ് CSK ടീമുമായി ബന്ധപ്പെട്ടതാണ്. CSK ടീമിലേക്ക് 2 സൂപ്പർ താരങ്ങൾ വരാൻ പോവുകയാണ്. അത് മറ്റാരുമല്ല, രോഹിത് ശർമ്മയും സഞ്ജുവുമാണ്. രോഹിത് ശർമ്മ മുംബൈ ടീമിൽ നിന്ന് പോവുകയാണ്. രോഹിത്തിനെ മുംബൈ റിട്ടേൺ ചെയ്യുന്നില്ല, റിലീസ് ചെയ്യുകയാണ്. അതുകൊണ്ട് അടുത്ത മെഗാലയത്തിൽ രോഹിത് ശർമ്മ പുതിയ ടീമിലേക്ക് ചേക്കേറും. രോഹിത് ശർമ്മയെ CSKയിൽ എത്തിച്ച് CSK ടീമിൻ്റെ ക്യാപ്റ്റനാക്കാനാണ് അവരുടെ പദ്ധതി. രോഹിത്തിനെ മാത്രമല്ല, സഞ്ജുവിനെയും CSK ടീം നോക്കുന്നുണ്ടെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജുവിനെ കീപ്പറാക്കാനാണ് CSK ടീമിൻ്റെ പദ്ധതി. ധോണിക്ക് പകരം സഞ്ജുവിനെ വളർത്തിയെടുക്കണം. ക്യാപ്റ്റനായിട്ട് രോഹിത് ശർമ്മയും അവർക്ക് വേണം. ധോണിക്ക് ശേഷം ഇനി രോഹിത് ശർമ്മ CSK ടീമിനെ നയിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. ഒരുപക്ഷെ ഇത് സാക്ഷാത്കരിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് മെഗാ ഓപ്ഷനാണ്. അപ്പോൾ അടുത്ത IPL നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.